بسم الله الرحمن الرحيم وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وانظر إلى نفسك ثم انتقلي للعالم العلوي ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുമാന്യരെ, സൂറത്ത് യാസീൻ മുപ്പത്തിയാറോളം ആയത്തുകൾ നാം ഇതുവരെയായി സംസാരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ഇല്ല. ആകെ 3 ദിവസം കൊണ്ട് സൂറത്ത് യാസീൻ ഓതി തീർക്കണം. കുറേ ദിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം, ദുആ നടത്തണം, വേറെയും പല കാര്യങ്ങളും നടക്കണം. അതുകൊണ്ട്
വളരെ ചുരുക്കി മാത്രം ഇൻഷാ അല്ലാഹ് സംസാരിച്ച് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഞാനുമായി വലിയ ബന്ധമുള്ള കാവുങ്കൽ തർവൈക്ക മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചുപോയ എല്ലാവരുടെ ഖബറും അള്ളാഹു തആല സന്തോഷത്തിലാക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് മരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഈമാൻ സലാമത്തായി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ചും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഏത് നിഷേധിക്കും വിമർശകനും ചിന്തിക്കാനുതകുന്ന വിധം തെളിവുകൾ നിരത്തുകയാണ്. അങ്ങനെ വആയത്തുൽ ലഹുമുൽ അർളുൽ മൈത്തതു വഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ് വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. നിർജീവമായ ഭൂമി അതിനെ അവൻ സജീവമാക്കി അതിൽ നിന്നവൻ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അതിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭൂമിയിൽ തന്നെ തോട്ടങ്ങളും ഈത്തപ്പനകളും മുന്തിരിങ്ങകളുമൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഭൂമിക്ക് വലിയ അലങ്കാരമായും ഉപകാരപ്രദമായും അരുവികളെയും തോടുകളെയും പുഴകളെയും അല്ലാഹു തആല അതിലൂടെ ഒലിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ആ മരത്തിൻ്റെ പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ചും പാകം ചെയ്തും നനച്ചും പിടിച്ചും കൃഷി ചെയ്തുമൊക്കെ ഉണ്ടാക്കുന്ന പലതും നിങ്ങൾക്കത് മുളപ്പിക്കാനോ അതിൽ ഒരു ധാന്യമെങ്കിലും ഉണ്ടാക്കാനോ സാധ്യമല്ലെങ്കിലും നിങ്ങളെ പ്രവർത്തനത്തിനൊക്കെയും ഫലങ്ങളായി അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ തരുന്നു. ഇതെല്ലാം തന്ന റബ്ബ് അഫലാ യശ്കുറൂൻ, അവന് നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇന്നലെ നാം ഓതിവെച്ച ആയത്തിൽ പഠിപ്പിച്ച വിഷയങ്ങൾ, ഇന്നലെ നാം അവസാനമായി പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അതിൻ്റെ ചില ഭാഗങ്ങളാണ്. അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമികൾ മുളപ്പിക്കുന്നതും നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെയും നിങ്ങൾക്കറിയാത്തതും അറിയുന്നതും പലതും ഒരുപാട് ഇനങ്ങളായും വകുപ്പുകളായും അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവന്റെ പരിശുദ്ധതയെ പുകഴ്ത്തി അവന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. വീണ്ടും അല്ലാഹു തആല മറ്റ് ചില തെളിവുകളിലേക്ക് മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു النهار فإذا هم مظلمون. അവർക്ക് തെളിവാണ്, ദൃഷ്ടാന്തമാണ്. അല്ലൈലു രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ്, തെളിവാണ്. നസ്ലഖു മിൻഹു النهار
ആ രാത്രിയിൽ നിന്ന് പകലിനെ അവൻ ഉരിഞ്ഞെടുക്കുന്നു. ഫൈദാഹും മുസ്ലിമൂൻ. അപ്പോൾ അവരെല്ലാം അന്ധകാരത്തിൽപ്പെട്ടവരാണ്, ഇരുട്ടിലാണവർ. വളരെ അർത്ഥവത്തായ അവതരണമാണ് അല്ലാഹു തആല പറയുന്നത്. കാരണം ആദ്യം അവൻ ചൂണ്ടിക്കാണിച്ചത് ഭൂമിയെയാണ്. ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസം പലതുമുണ്ടതിലൊന്ന് നിങ്ങൾക്കറിയാം. ഭൂമി ഇരുൾ മുറ്റിയതാണ്, ആകാശം പ്രശോഭിതമാണ്. ആകാശത്തിൽ ധാരാളം വിളക്കുകൾ, ധാരാളം നക്ഷത്രങ്ങൾ, ധാരാളം വെളിച്ചങ്ങളാണ്. ഭൂമി ഇരുട്ടുള്ളതാണ്. ഭൂമിയെക്കൊണ്ടാണല്ലോ അവൻ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇരുട്ടുള്ളത് കൊണ്ടല്ലേ തുടങ്ങിയത്. എന്നാൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആല സമയവുമായി ബന്ധപ്പെട്ട തെളിവ് പറയുമ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് ഇരുട്ടുള്ള രാത്രിയെയാണ് ആദ്യം തന്നെ പറയുന്നത്. വആയത്തുൽ ലഹുമുൽ ലൈലു, അവർക്കുള്ള തെളിവാണ് രാത്രി. നസ്ലഖു മിൻഹുൻ നഹാർ, രാത്രിയിൽ നിന്ന് പകലിനെ ഉരിഞ്ഞെടുക്കുന്നത് പോലെ അങ്ങ് മാറ്റുമ്പോൾ, പകലിനെ അങ്ങ് മാറ്റിവെക്കുമ്പോൾ ഫൈദാഹും മുസ്ലിമൂൻ, അവരെല്ലാവരും അതാ ഇരുട്ടിൽ കടന്നവരാണ്. അവർ ഇരുട്ടിലാണ്. ഓ സഹോദരന്മാരെ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. പകലുണ്ടായതെങ്ങനെയായിരുന്നു? അത് സൂര്യൻ ഉദിച്ചതുകൊണ്ടായിരുന്നു അല്ലേ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. വെളിച്ചം നൽകുന്ന വലിയ സൂര്യൻ തജ്രി ലിമുസ്തഖറിൻ ലഹാ, അതിന്റെ മുസ്തഖറിന്റെ നടത്തം അത് നടക്കുകയാണ്. അതിന്റെ താവളത്തിന്റെ നടത്തം അത് നടക്കുകയാണ്. സൂര്യൻ കാഴ്ചയിൽ നമ്മൾ കാണുന്നു, സൂര്യൻ ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ആ ഭൂമിയാണ് കറങ്ങുന്നതെങ്കിലും സൂര്യൻ ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ആ നിലക്ക് പറഞ്ഞാൽ അതിന് അത്തരത്തിൽ കാഴ്ചയിൽ ചലനമുണ്ട്. അതിന്റെ പുറമേ അതാ സൗരയുധം ഒന്നായി തന്നെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ശാസ്ത്രം പറയുന്നത്. അഗ്നിയും സൂര്യന് ചലനമുണ്ട്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഇങ്ങനെ നീങ്ങിപ്പോകുന്നു എന്നല്ലല്ലോ അതിനർത്ഥം. മറിച്ച് അത് റെഡിയിൽ അത് വേണ്ടതുപോലെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ? ആ അർത്ഥത്തിലും സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹാ, അതിന്റെ താവളത്തിലേക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ താവളത്തിന്റെ നടത്തം അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും സൂര്യൻ അതേ പല നിലക്കും അതിന് നടത്തമുണ്ട്, ചലനമുണ്ട്. ആ സൂര്യൻ സൗരയുധം ഒന്നായി അതിന്റെ താവളത്തിൽ, അതിന്റെ ഭ്രമണപഥത്തിൽ അതിന് കറക്കമുണ്ട്, ചലനമുണ്ട്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. ഓ സുഹൃത്തുക്കളെ, അത് അല്ലാഹു കണക്കാക്കിയതാണത്. ذلك تقدير العزيز العليم. അത് ഉന്നതനായ അറിവുള്ളവനായ റബ്ബ്, ആ റബ്ബ് കണക്കാക്കിയതനുസരിച്ച് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ അല്ലാഹു ജല്ല ജലാലുഹു, അവന്റെ അപാരമായ കഴിവുകൊണ്ട് അതെല്ലാം നടക്കുകയാണ്.
സൂര്യൻ മണിക്കൂറിൽ 43,200 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് ഇപ്പോൾ ആധുനിക ശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലിമുസ്തഖറില്ലഹാ, വല്ലാത്തൊരു വ്യാപ്തിയുള്ള വാക്കാണത്. അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതേ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഏത് ശാസ്ത്രത്തോടും യോജിക്കുന്ന വിധത്തിലും അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. തജ്രീലി മുസ്തഖറില്ലഹാ, അതിന്റെ താവളത്തിന്റെ, അതിന്റെ ഭ്രമണപഥത്തിന്റെ, അതിന്റെ കേന്ദ്രത്തിന്റെ ചലനം അത് നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിന്റെ നടത്തം അത് നടന്നുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായി കാണുന്ന ചലനങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ അഭൗതികമായി അതിന് ചില നീക്കങ്ങളുണ്ടാകാം. അങ്ങനെ പലതും തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതിനെയൊക്കെ എങ്ങനെ ചലിപ്പിക്കണം, എങ്ങനെ നടത്തണം, എപ്പോൾ ഉദിക്കണം, എപ്പോൾ അസ്തമിക്കണം, എത്ര കാലം വെയിൽ ഒരു ഭാഗത്ത് വേണം, ഒരു ഭാഗത്ത് എത്ര കാലം വേണ്ട, എവിടെയെല്ലാം എങ്ങനെയെല്ലാം നടക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഏറ്റവും വിവരമുള്ള, അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന, എന്തും നിയന്ത്രിക്കാൻ കഴിവുള്ള ഉന്നതനായ റബ്ബ് കണക്കാക്കിയതനുസരിച്ചാണ് അതൊക്കെയും നടക്കുന്നത്. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ദകൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനോ, ചന്ദ്രൻ നമ്മുടെ ദൃഷ്ടിയിൽ അത് സങ്കോചിക്കുന്നതും വികസിക്കുന്നതുമായി നമുക്ക് തോന്നുന്നു. നേരത്തെ ഒരു അർദ്ധവളയമായി ആദ്യത്തിൽ കണ്ട ചന്ദ്രൻ പിന്നീടതിതാ വികസിച്ച് വികസിച്ച് ഒരു പരിപൂർണ ചന്ദ്രനായി നാം കാണുന്നു. ആ ചന്ദ്രൻ പിന്നീടതാ കൽറുജൂനിൽ ഖദീം, ഉണങ്ങിയ പഴയ കുലത്തണ്ട് പോലെ വളരെ ചെറുതായി വരുന്നത് നാം നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നു. അല്ലാഹ് പറയുന്നു വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾ അല്ലെങ്കിൽ അതാ പ്രവർത്തന മണ്ഡലങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നു. അങ്ങനെ പഴയ ഈത്തപ്പനക്കുലയുടെ ചെറിയ കുലത്തണ്ട് പോലെ അതാ അത് വളഞ്ഞ് തണ്ടുപോലെ നമ്മുടെ ദൃഷ്ടിയിൽ തോന്നുന്നു. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ദകൽ ഉർജൂനിൽ ഖദീം. ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യൻ ഒരിക്കലും തന്നെ ചന്ദ്രനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രിയുടെ രാജാവായ ചന്ദ്രൻ പകലിന്റെ രാജാവായ സൂര്യനെയും അതാ മറികടക്കുന്നില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ സഞ്ചാരമണ്ഡലങ്ങളിൽ, അതിന്റെ ഭ്രമണപഥത്തിൽ എല്ലാം നീന്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് നോക്കൂ, ഉപരിമണ്ഡലത്തിലേക്ക് ആലോചിക്കുമ്പോ انظر إلى نفسك ثم انتقلي للعالم العلوي ثم السفلي تجد به صلا بديع الحكم لكن به قام دليل العدم. ഇന്നലെ നാം പറഞ്ഞിട്ടുണ്ട് ഭൂമിയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളെക്കുറിച്ച്. അതേ ഉപരിമണ്ഡലത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, എത്രയെത്ര നക്ഷത്രങ്ങളാണ്, എന്തെല്ലാം ഗോളങ്ങളാണ്, എത്ര അത്ഭുതകരമായ സഞ്ചാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ ഒന്നും തെറ്റിപ്പോകുന്നില്ലല്ലോ. എല്ലാം കൃത്യമായി നടക്കുകയാണല്ലോ. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സമീപത്ത്
നിരീശ്വരവാദികളായ യുക്തിവാദികളായ കുറച്ചാളുകൾ വന്ന് അബൂ ഹനീഫ തങ്ങളെ ഒന്ന് ചോദ്യം ചോദിച്ച് മുട്ടിക്കണമെന്ന് തോന്നി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ അപാര ബുദ്ധിയുള്ള പണ്ഡിതനാണ്. മഹാനവറുകളെ ചോദ്യം ചോദിച്ച് കൊടുക്കാൻ വേണ്ടി വന്ന നിരീശ്വരവാദികൾ അവർക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഒരു പടച്ചവനുണ്ടോ? ഉണ്ടെങ്കിൽ കാണണ്ടേ. ഒരു പടച്ചവനുണ്ടോ? അവന് കഴിവുണ്ടെങ്കിൽ കാണണ്ടേ. ഉണ്ടെങ്കിൽ അവൻ ഇപ്പൊ ഞങ്ങളെ അങ്ങ് നശിപ്പിക്കട്ടെ. ചില ആളുകൾ അങ്ങനെയാണല്ലോ, വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, അവരെ ചില വെല്ലുവിളികളാണ്. സഹോദരന്മാര്, അങ്ങനെയാണല്ലോ. പടച്ചവരുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴങ്ങിട്ട് ഇവിടുന്ന് ഉരുണ്ട് വീഴട്ടെ, ഒരു മനുഷ്യന്റെ വെല്ലുവിളിയാണ്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെങ്കിൽ എന്റെ നാവ് ഇപ്പോഴങ്ങ് നിന്നു പോകട്ടെ, വേറൊരുത്തന്റെ വെല്ലുവിളിയാണ്. അങ്ങനെ ചില വെല്ലുവിളിക്കാരൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള വെല്ലുവിളിക്കാരായ കുറച്ച് നിരീശ്വരവാദികൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. പടച്ചവനുണ്ടോ? ഉണ്ടെങ്കിൽ കാണണ്ടേ. ഓഹോ, ചോദ്യം കേട്ടാ തോന്നും ഇവന്റെ വല്ലാത്ത കണ്ണ് തന്നെയാണ് ഇവന്റെ, വല്ലാത്ത കണ്ണുള്ളവൻ തന്നെയാണ് ഇവൻ. ഓ മനുഷ്യ, ഉള്ളത് കാണാൻ നിനക്ക് കഴിയോ? ഇല്ലാത്തത് നീ എന്തൊക്കെ കാണുന്നു ഇല്ലേ? ഇല്ലാത്തത് കാണുന്ന കണ്ണല്ലേ നിന്റേത്, ഉള്ളത് കാണാത്ത കണ്ണല്ലേ നിന്റേത്. സംശയമുണ്ടോ? ഒരു ചെറിയ ഫാൻ എടുത്ത് നീ ഒന്ന് സ്വിച്ചിട്ട് നോക്കൂ. ഒരു ഫാൻ, 3 എതളുള്ള ഫാൻ. ആ ഫാന് അത് ഓഫാക്കി വെക്കുമ്പോൾ 3 എതലുകൾ വെവ്വേറെ കാണുന്നു. ഇനി അതൊന്ന് സ്വിച്ചിടട്ടെ, ഉണ്ടെന്ന് നോക്കിയാ 3 എതലുകൾക്കിടയിലുള്ള വിടവ് നീ കാണുന്നുണ്ടോ? അതിൻ്റെ ഇടയിലുള്ള വിടവ് പോയി? എവിടെയും പോയിട്ടില്ല. നിന്റെ കണ്ണിന്റെ തകരാറാ. നിനക്ക് ആ വിടവിപ്പോൾ കാണാൻ കഴിയുന്നില്ല. സ്പീഡിൽ കറങ്ങുന്ന ഫാനിന്റെ എതലുകൾക്കിടയിലുള്ള വിടവ് കാണാൻ നിനക്ക് കണ്ണില്ല അല്ലേ? ആ ഫാന് കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഈ ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കരണ്ട് പ്രവഹിച്ചിട്ടാണ്. സംശയമുണ്ടോ നിനക്ക്? ചോദിക്കട്ടെ, നീ ഇതുവരെ കരണ്ട് കണ്ടിട്ടുണ്ടോ? നിനക്ക് അള്ളാഹുവിനെ കാണണം അല്ലേ? നിനക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കാണാൻ ഇവിടെ കണ്ണുണ്ടോ? നീ ഇതുവരെ കരണ്ട് കണ്ടിട്ടുണ്ടോ? കരണ്ട് കണ്ടിട്ടില്ല. കരണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നീ അതാ ടെസ്റ്റർ എടുത്ത് കുത്തി നോക്കുകയാണ്. അപ്പോഴും നീ കരണ്ട് കണ്ടിട്ടില്ല, കരണ്ടിന്റെ പ്രവർത്തനം മാത്രമാണ് കണ്ടത്. കരണ്ട് ഉണ്ട് എന്നതിന്റെ തെളിവാണ് കണ്ടത്, കരണ്ട് കണ്ടിട്ടില്ല. കരണ്ട് ഉണ്ട് എന്നതിന്റെ തെളിവല്ലാതെ കരണ്ട് നീ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ കരണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോയി കരണ്ട് വെക്കണം. കാരണം നിനക്ക് ബുദ്ധിയില്ല, നിന്റെ ബുദ്ധിക്ക് തകരാറുണ്ട് അല്ലേ? അപ്പോൾ കരണ്ട് കാണാൻ കഴിയാത്ത കണ്ണ് പോകട്ടെ, സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫാനിന്റെ വെവ്വേറെയുള്ള എതലുകൾ വേർതിരിച്ച് കാണാൻ കഴിയാത്ത കണ്ണ്, ഇത്ര ദുർബലമായ കണ്ണുള്ള നീ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനെ നിന്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനാൽ ഇല്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദി, യുക്തിവാദി, നിന്നെപ്പോലെ ചിന്തയില്ലാത്തവനുണ്ടോ? ബുദ്ധിയില്ലാത്തവനുണ്ടോ? പക്ഷേ യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ആയത്തോതിക്കൊടുത്താൽ അവരുണ്ടോ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുന്നു. അവരതൊക്കെ അന്ധവിശ്വാസമാണെന്നല്ലേ പറയുക? ഏതുപോലെ ഇമാമിങ്ങളെ കിതാബുകൾ സ്വീകരിക്കാത്ത മനുഷ്യൻ, അയാളോട് ഫത്ഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ കിതാബ് ഉദ്ധരിച്ചു കൊടുക്കുന്ന സമയത്ത് ഹേയ് അതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നല്ലേ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്ന് പറയില്ലേ? അപ്പോൾ അവരുടെ മുമ്പിൽ ഇമാമിങ്ങൾ പറയുന്ന തെളിവ്, ഇമാമിങ്ങൾ കണ്ടെത്തിച്ച മസ്അലയ്ക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്കുള്ള തെളിവ് എന്ന നിലക്ക് പണ്ഡിതന്മാർ ഖുർആൻ ഓതി പറയുന്നത് കേൾക്കാറില്ലേ? ഹദീസുകൾ ഉദ്ധരിക്കുന്നത് കേൾക്കാറില്ലേ? ഇജ്മാഉം ഖിയാസും പറയുന്നത് കേൾക്കാറില്ലേ? അതിനർത്ഥം ഈ പണ്ഡിതൻ മുജ്തഹിദായ പണ്ഡിതനായി എന്നല്ല. മുജ്തഹിദുകൾ കണ്ടെത്തിയ നിയമങ്ങൾക്ക് ആ നിയമങ്ങളെ വിവരമില്ലാത്തവൻ ചോദ്യം ചെയ്യുമ്പോൾ
ഓ മനുഷ്യ, നീ പറയുന്ന ഖുർആനിൽ ഇങ്ങനെ അർത്ഥമില്ലേ? നീ പറയുന്ന ഹദീസിന് ഇങ്ങനെ അർത്ഥമില്ലേ? ആ ഖുർആനും ഹദീസുമൊക്കെ സവിസ്തരം പഠിച്ച ഞങ്ങളെ ഇമാമിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് തെളിയിക്കാൻ നിനക്കൊരു കാലത്തും സാധ്യമല്ല എന്ന് സമർത്ഥിക്കുകയാണല്ലോ മുസ്ലിം പണ്ഡിതന്മാർ. ഇതുപോലെ സുഹൃത്തുക്കളെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന നിരീശ്വരവാദികളോട് ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കൂല. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ടവരെ മുട്ടിക്കണം. മഹാനായ അബൂ ഹനീഫ തങ്ങൾ യുക്തിവാദിയായതുകൊണ്ടല്ല, യുക്തി കൊണ്ട് തന്നെ ഈ എതിരാളിയെ മുട്ടിക്കണം. അങ്ങനെയാണ് ദീനിന്റെ നിലനിൽപ്പ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് സിഹർ എന്ന മാരണപ്രവർത്തനവുമായി ഉള്ള ആളുകൾ ദീനിനെ എതിർക്കുമ്പോ അവരെ മുഴുവനും മുട്ടിക്കുന്ന വടിയാണ് മൂസാ നബിയുടെ കയ്യിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഗോളശാസ്ത്രം പുരോഗമിച്ചപ്പോ കദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. ഭൂമിയിൽ ഇരുന്നിട്ട് സർവ്വഗോളങ്ങളും നോക്കി പറയുന്ന വിവരമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ഓ സുഹൃത്തുക്കളെ, സാഹിത്യകാരന്മാർ വിലസുന്ന കാലത്ത് വന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലുള്ള മുഅ്ജിസത്തിൽ ഏറ്റവും വലുതും പ്രസക്തവും സർവ്വ സാഹിത്യകാരന്മാരെയും മുട്ടുമടക്കിക്കുന്ന എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഖുർആനാണ്. അങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ, അനന്തരക്കാരായ പണ്ഡിതന്മാർ, ശത്രുക്കൾ ഏതൊരായുധം കൊണ്ടാണോ ദീനിനെ നശിപ്പിക്കാൻ വരുന്നത്, അതേ ആയുധം കൊണ്ട് തന്നെ ദീനിനെ ഇവിടെ നിലനിർത്തലാണ് പണ്ഡിതന്മാരെ പ്രബോധനം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതിനോട് വന്ന് ചോദിക്കുകയാണ്, പടച്ചവനുണ്ടോ? തെളിവെന്താ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ചോദ്യം കുറച്ച് കഴിഞ്ഞിട്ട് പരിഗണിക്കാം, ഞാൻ വേറൊരു വിഷയത്തിൽ ഇങ്ങനെ ചിന്തിക്കാണ്, കുറച്ച് കഴിഞ്ഞോട്ടെ, കുറച്ച് കഴിയട്ടെ. ഇവർ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്, ഞങ്ങളെ മുമ്പ് പറഞ്ഞൂടെ എന്താ വിഷയം? ഓ പറയാം. ഞാൻ കടൽ തീരത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു കപ്പൽ, ആ കപ്പൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതിൽ ധാരാളം ആളുകൾ സഞ്ചരിക്കാൻ വേണ്ടി കയറുന്നു, ഒരുപാട് ചരക്കുകൾ അതിൽ കയറ്റപ്പെടുന്നു. എന്നിട്ട് ആ കപ്പൽ അവിടുന്ന് പുറപ്പെടുന്നു, അത് ഉദ്ദേശിക്കപ്പെട്ട സ്ഥാനത്ത് എത്തുന്നു, കൃത്യമായി തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടക്കുന്നു. ഇനിയിപ്പോൾ എന്താ അത്ഭുതം എന്ന് ചോദിച്ചു വരും. ആ കപ്പൽ ഉണ്ടാക്കിയ ഒരു നിർമ്മാതാവും ഒരു കമ്പനിയും ഒരു ഫാക്ടറിയും ഒരു ആശാരിയും ഇല്ല. പിന്നെയോ കപ്പൽ താനേ കുറച്ച് പലകകൾ ഇങ്ങ് വന്ന് ഒരു ദിവസം ഒരു കപ്പലങ്ങട്ടുണ്ടായി. എന്നിട്ടോ അത് കടലിലേക്ക് അങ്ങ് ഇറങ്ങി. എന്നിട്ട് ഓട്ടോമാറ്റിക്കായി ആളുകൾ കയറാൻ തുടങ്ങി, ഓട്ടോമാറ്റിക്കായി അതിന് സാധനം കയറാൻ തുടങ്ങി, ഓട്ടോമാറ്റിക്കായി അതൊക്കെ കൂടി കൃത്യമായി പോകാൻ തുടങ്ങി, അതൊക്കെ കൂടി കൃത്യമായി അവിടെ എത്തുകയും ചെയ്തു, കൃത്യമായി തിരിച്ചെത്തുകയും ചെയ്തു. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നടക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും, ഇതെങ്ങനെയാണ്? അപ്പൊ ഇവര് പറയാ, ലായഖുലുഹു അഖലുൻ, അതൊരു ബുദ്ധിയുള്ളവൻ പറയൂല. അത് ഒരു ബുദ്ധിയുള്ളവൻ അങ്ങനെ ഒരു സംഭവം നടക്കൂന്ന് പറയൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഓ മനുഷ്യരെ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യൻ എപ്പോഴെങ്കിലും ഉദിക്കുമ്പോൾ അതിൻ്റെ സമയം ആഫ്റ്റർ ടൈമോ ബിഫോർ ടൈമോ ആയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അസ്തമിക്കുമ്പോൾ സമയം തെറ്റിയിട്ടുണ്ടോ? ചന്ദ്രൻ എപ്പോഴെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നത് പുറത്ത് ചാടിയിട്ടുണ്ടോ? ചോദിക്കട്ടെ, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാര് പ്രവർത്തിച്ചിട്ടും എത്ര ട്രെയിനുകൾ കൂട്ടിമുട്ടി, എത്ര ബസ്സുകൾ കൂട്ടിമുട്ടി, എത്ര പ്ലെയിനുകൾ അത് പറക്കേണ്ട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി ചാടിയിട്ട് മുറിഞ്ഞ് കഷ്ണമായി പലരും കത്തി നശിച്ചു.
സംവിധാനങ്ങൾ ഒരുപാടുണ്ടായിട്ടും എന്തെല്ലാം കൂട്ടിമുട്ടലുകളാണ്, എന്തെല്ലാം ആക്സിഡന്റുകളാണ്, എന്തെല്ലാം സമയം തെറ്റലാണ്. സുബ്ഹാനല്ലാഹ്, അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഇതൊക്കെയും നിങ്ങളതാ മനുഷ്യരായ നിങ്ങൾ ഉണ്ടായിട്ട് തന്നെ, നിങ്ങളെ പ്രവർത്തനം നടന്നിട്ട് തന്നെ കൃത്യമായി കൊണ്ടുപോകാൻ സർവ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ذلك تقدير العزيز العليم. വിവരമുള്ള ഉന്നതനായ റബ്ബ് കണക്കാക്കിയതനുസരിച്ച് ഓരോ കാര്യങ്ങളും, സൂര്യനും ചന്ദ്രനും ഗാലക്സികളും നക്ഷത്രങ്ങളുമൊക്കെ അത് ആകാശഗംഗയിൽ നീന്തി കുളിക്കുന്നത് കാണുന്നില്ലേ? അത് നീന്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഒന്നും മറ്റൊന്നുമായി കൂട്ടിയിടിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, സൈന്യത്തിന്റെ കപ്പല് ചരക്ക് കപ്പലിന് മുട്ടിയതാ ഇന്നലത്തെ പത്രം അല്ലേ? ചോദിക്കട്ടെ, അതേ മുട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സൈന്യം, ആ സൈന്യത്തിന്റെ കപ്പല് തന്നെ ചരക്ക് കപ്പലിന് മുട്ടിയിട്ട് കത്തുന്നതല്ലേ നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ടത്? എന്നാൽ ചോദിക്കട്ടെ, ഇന്ന് വരെ സൂര്യനും ചന്ദ്രനും തമ്മിൽ മുട്ടിയോ, അല്ല മറ്റ് ഗോളങ്ങൾ മുട്ടിയോ, അല്ലെങ്കിൽ അതിന്റെ സമയം തെറ്റിയോ? ഒക്കെയും കൃത്യമായി അത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ ചലിക്കുകയല്ലേ? ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് നോക്കൂ. ഇതിന് വേറെയും ഒരുപാട് സൂചനകളുണ്ട് കേട്ടോ ഈ ആയത്തിൽ. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ സമയം പോരാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ആദ്യം ഇവിടെ പറഞ്ഞത് അതാ നിർജീവമായ ഭൂമിയെക്കുറിച്ചാണ്. ആ നിർജീവമായ ഭൂമിക്ക് വെള്ളം കിട്ടുമ്പോൾ ഭൂമി സജീവമാകുന്നു അല്ലേ? ഇതുപോലെ മനുഷ്യന്റെ മനസ്സ് നിർജീവമാകുമ്പോൾ, അതേ ദീനീയമായ ആത്മീയമായ അറിവെന്ന് പറയുന്ന വെള്ളം, ആ വെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സ് സജീവമാകുന്നു. പടച്ചവൻ അതാ ഹിദായത്ത് ഉദ്ദേശിച്ചവന്റെ മനസ്സ് ചലിക്കുന്നു, അല്ലാത്തവന്റെ മനസ്സുറച്ചുപോയി ചലിക്കുന്നില്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. ഭൂമി സജീവമായാൽ ആ ഭൂമി അതാ വേറെ പലതിനെയും മുളപ്പിച്ച് അതിനെയും സജീവമാക്കുന്നു. ഇതുപോലെ ഒരു മഹാൻ ഒരു സ്ഥലത്ത് ആത്മീയ ജ്ഞാനമുള്ള മഹാനായി വന്നാൽ ആ മഹാന്റെ ഉപദേശം കേട്ട് ഒരുപാട് ആളുകൾ മുതഅല്ലിമീങ്ങൾ വളരുന്നു, ധാരാളം ശിഷ്യന്മാര് വളരുന്നു, ധാരാളം പ്രവർത്തകന്മാര് വളരുന്നു. ഭൂമി അതാ മറ്റു പലതിനെയും സജീവമാക്കുന്നത് പോലെ ഒരാത്മീയ പണ്ഡിതന്റെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് ആളുകൾ സജീവമായി, അവരെ മനസ്സുകൾ സജീവമായി വരുന്നു. ഇനിയോ നിങ്ങൾ കണ്ടോ? വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു അൻ-നഹാറ ഫൈദാഹും മുഗ്ലിമൂൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ എന്ന് പറയുന്നത് അത് അത്ഭുതകരമായ സൃഷ്ടിയല്ലേ? ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ സൂര്യന്റെ വെളിച്ചം ലഭിച്ച ചന്ദ്രൻ പ്രകാശിക്കുന്നു, ആ സൂര്യന്റെ വെളിച്ചം ലഭിച്ച ഗോളങ്ങളുടെ പ്രകാശം പരസ്പരം ലഭിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, ആ സൂര്യന്റെ വെളിച്ചം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുകയല്ലേ ചന്ദ്രൻ ചെയ്യുന്നത്? ഇതുപോലെ ഒരു മഹാനായ ഖുതുബ്, ഒരു മഹാനായ ഔലിയാക്കളെ ഒരു നേതാവ്, അവർക്കാണ് ഖുതുബെന്ന് പറയുന്നത്. എന്താണ് ഖുതുബെന്നറിയാത്തവർ? എന്താണ് ഗൗസെന്നറിയാത്തവർ? എന്താണ് അതേ തംകീനിന്റെ മർത്തബക്കാരെന്നറിയാത്തവർ? എന്താണ് മഹാന്മാരെന്നറിയാത്തവർ? പലതിനെയും പരിഹസിക്കും. അവർക്ക് ഖുർആനിന്റെ അസ്റാറുകൾ അറിയില്ല, ഖുർആനിന്റെ അതാ പൊരുളുകൾ അറിയില്ല, അവർക്ക് ഹദീസിന്റെ പൊരുളുകൾ അറിയില്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യന്റെ താവളത്തിന്റെ ചലനം അല്ലെങ്കിൽ നടത്തം, ആ സൂര്യൻ നടക്കുന്നു, അത് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ച ചന്ദ്രൻ മറ്റുള്ളതിന് അതാ വെളിച്ചം നൽകുന്നത് പോലെ
അതുപോലെ മഹാന്മാരായ ഖുതുബുകളുടെ ശിഷ്യന്മാർ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ചന്ദ്രന് സ്വന്തത്തിൽ വെളിച്ചമില്ലെങ്കിൽ തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടതവിടെ നിൽക്കുമ്പോ ആ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്ക് ഭൂമി മറവിട്ടിട്ടില്ലെങ്കിൽ ആ ചന്ദ്രനും വെളിച്ചമുണ്ട് കേട്ടോ. അത് ചന്ദ്രന്റെ സ്വന്തം വെളിച്ചമല്ല, സൂര്യന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുകയാണ്. ഇതുപോലെ ഔലിയാക്കളെ നേതാവായ അഖ്താബുകൾ ഖുതുബുകൾ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പവറിനാൽ അവരുമായി ബന്ധപ്പെടുന്ന മുരീദന്മാർക്കും അതുപോലെ അവരുടെ ശിഷ്യന്മാർക്കും അവരുമായി നല്ല ബന്ധത്തിലാണെങ്കിൽ അവർക്കും വലിയ സ്ഥാനം ലഭിക്കുന്നു. സൂര്യന് അതിൻ്റെതായ ചലനമുണ്ട്, അതുപോലെ എല്ലാ ചന്ദ്രന്റെ ചലനം ചന്ദ്രനോ വൽഖമറ ഖദ്ദർനാഹു മനാസില അതിൻ്റെതായ വെവ്വേറെ ഭവനങ്ങളുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ അതേ അതിന്റെ വെളിച്ചം ചുരുങ്ങിയ വെളിച്ചം കൂടി വരലുണ്ട്. അത് തന്നെയും അവരുമായൊരൽപ്പം അതാ മങ്ങി ജീവിക്കുമ്പോ അതൽപ്പം കുറയലുണ്ട്. അങ്ങനെ ഇഫാഖത്തിന്റെ സമയമെന്നും സഹബിന്റെ സമയമെന്നും ജദ്ബിന്റെ സമയമെന്നൊക്കെ പറഞ്ഞിട്ട് ഔലിയാക്കൾ സൂഫിയാക്കൾ പല വിഷയങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഇപ്പോഴത് വിവരിക്കുന്ന സന്ദർഭമല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതാ വീണ്ടും അതാ ബന്ധപ്പെടുമ്പോ അവരെ സ്ഥാനം വർദ്ധിച്ച് അതാ വലിയ ബുദൂർ പോലെ അഥവാ ഫലിആലിമിൻ ഫളുലുൻ ലാ മയബ്ദു അതേ ഇൽമുള്ള മഹാന്മാരായ ആളുകൾക്ക് അതേ മിസ്ലൽ ബുദൂരി അലൽ കവാക്കിബി ഫിൽ ജലാ പരിപൂർണ ചന്ദ്രനെ പോലെയുണ്ടവരെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ. അവരതാ ഒട്ടാകെ വെളിച്ചം നൽകുന്ന വിധത്തിൽ അവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കലുണ്ട്. പിന്നെയും അവർക്ക് ചില സന്ദർഭങ്ങളിൽ അതാ അല്പം നീങ്ങിപ്പോകലുണ്ട്. പിന്നെയും കുറഞ്ഞു വന്ന് വീണ്ടും വർദ്ധിക്കലുണ്ട്. അങ്ങനെ മർത്തബകൾ കൂടി വരലുണ്ട്. അതാണ് അമ്മാറത്ത് ലവ്വാമത്ത് മുൽഹമ്മത്ത് അതേ മുത്മഇന്നത്ത് റാദിയത്ത് മർദിയത്ത് തുടങ്ങി പവറുകൾ വർദ്ധിച്ചു വരുന്ന മഖാമുകൾ ഔലിയാക്കൾ കൊണ്ട്. അതിലേക്കെല്ലാം സൂചനയും പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആന്റെ മധുരം ആസ്വദിക്കാത്ത വ്യക്തികൾ എന്താണ് ഖുർആൻ എന്നറിയാതെ രണ്ട് പരിഭാഷയും വായിച്ച് ഖുർആൻ മനസ്സിലാക്കാൻ ഒരുങ്ങിയാൽ സുഹൃത്തുക്കളെ അവർക്ക് ഖുർആനിന്റെ വെളിച്ചം കിട്ടൂല കേട്ടോ. അത് കിട്ടിയവരാണ് മഹാന്മാരായ ഇമാമിങ്ങൾ. والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ഒരിക്കലും തന്നെ ചന്ദ്രൻ അതിന്റെ വഴി തെറ്റൂല, സൂര്യനും അതിന്റെ വഴി തെറ്റുന്നില്ല. ഓരോന്നും അതിൻ്റെതായ മർത്തബയിൽ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ അത് നീന്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഒരു നീന്തുന്ന മനുഷ്യനെ പോലെയാണ് ഈ ഗോളങ്ങളെ അല്ലാഹു തആല ഇവിടെ വർണ്ണിക്കുന്നത്. കാരണം വളരെ ഭംഗിയായി അതിന്റെ ചലനം നടക്കുകയാണ്, ആഴ്ന്നു പോകുന്നില്ല. ഇതുപോലെ തന്നെ ശരിയായ വെളിച്ചം ഹൃദയത്തിൽ ലഭിച്ച മഹാന്മാർ അവരൊരിക്കലും തന്നെ വഴികേടാകുന്ന അതാ കടലിന്റെ തിരമാലകളിൽ പെട്ട് മുങ്ങിപ്പോവുകയില്ല. പലരും മുങ്ങിപ്പോകുന്നവരുണ്ട്.
പലരും വഴികേടിന്റെ കടൽ തിരമാലകളിൽ അതേ ലോകത്തതാ യുക്തിവാദി, നിരീശ്വരവാദി, നിർമ്മതവാദി, മതവിരോധി, ഖുർആനിന്റെ വിരോധി, ഹദീസിന്റെ വിരോധി, ഇമാമിങ്ങളെ വിരോധികൾ, മഹാന്മാരെ വിരോധികൾ, ഇത്തരത്തിലുള്ള ആളുകൾ ആശയക്കുഴപ്പമാക്കുമ്പോ കടലിലെ തിരമാലകൾ അടിക്കുന്നത് പോലെ അതാ അവരങ്ങനെ ആശയക്കുഴപ്പമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോ അതേ മുങ്ങിപ്പോകുന്ന ചിലരുണ്ട്, ഈമാൻ തെറ്റിപ്പോകുന്ന ചിലരുണ്ട്, കർമ്മം നഷ്ടപ്പെട്ടു പോകുന്ന ചിലരുണ്ട്. അത് ഇത്തരക്കാരിലൊന്നും തന്നെ പെട്ടുപോകാതെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നവരാണ് വിജയം കൈവരിച്ചവർ. ഇരിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ ഉപരിമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം സാധനങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം നടത്തിയ ഉടനെ സൂറത്ത് യാസീൻ അതാ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ. എന്തൊരവതരണമാണ് പരിശുദ്ധ ഖുർആൻ, സൂറത്ത് യാസീൻ. എന്തൊരവതരണമാണ് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞു ആയത്തുല്ലഹുമുൽ അർളു, അവർക്ക് തെളിവാണ് ഭൂമി. പിന്നെ പറഞ്ഞു ആയത്തുല്ലഹുമുൽ ലൈലു, അവർക്ക് തെളിവാണ് രാത്രി. ഇനി പറയാൻ പോകുന്നത് നോക്ക് നിങ്ങൾ, ആയത്തുല്ലഹുമുൽ ഫുൽഖു എന്നല്ല, ആയത്തുല്ലഹുമുൽ ഫുൽഖു അവർക്ക് തെളിവാണ് കപ്പൽ എന്നല്ല പറഞ്ഞത്. പിന്നെ തെളിവെന്താ? ആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ, അവർക്ക് ദൃഷ്ടാന്തമാണ്, തെളിവാണ്. അവരുടെ രണ്ട് നിലക്കവിടെ തഫ്സീറുകൾ, പല നിലക്കും തഫ്സീറുകൾ ഉണ്ട്. രണ്ടെണ്ണം ഞാൻ പറയാം. വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ, അവർക്ക് തെളിവാണ് അവരുടെ പിതാക്കന്മാരെ വളരെയേറെ വസ്തുക്കളും വളരെയേറെ ജീവികളാലും നിറക്കപ്പെട്ട ഒരു വലിയ പടുകൂറ്റൻ കപ്പലിൽ നമ്മൾ ചുമന്നത്. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ അവരുടെ പിതാക്കളെ നമ്മൾ ചുമന്നിട്ടില്ലെങ്കിൽ അവരിന്നിവിടെയുണ്ടോ? ആ കപ്പലിൽ അവരെ നമ്മൾ ചുമന്നു. അതോടുകൂടെ തന്നെ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളും അതിൽ നിറക്കപ്പെട്ടിരിക്കുന്നു. മൃഗങ്ങളും ഓരോന്നോരോന്നായി അതിൽ നിറക്കപ്പെട്ടിരിക്കുന്നു. ആ കപ്പലിൽ നമ്മൾ അവരെ ചുമന്നത് അവർക്ക് തെളിവാണ്. അല്ലെങ്കിൽ ആ ലോകം മുഴുക്കയും അതാ അത്ഭുതപ്പെടുത്തിയ ആ വലിയ പ്രളയത്തിൽ നശിച്ചിന്നവരുണ്ടാകില്ലായിരുന്നു. ഒന്ന്, വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ. അവിടെ ദുർരിയത്ത് എന്ന വാചകമല്ലേ പറഞ്ഞത്? ദുർരിയത്ത് എന്ന വാചകം സാധാരണ സന്താനങ്ങൾ എന്ന അർത്ഥത്തിലല്ലേ പറയാറ്. അപ്പൊ അവരുടെ സന്താനങ്ങളെ നമ്മളെ കപ്പലിൽ വഹിച്ചു എന്നല്ലേ? ശരിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതാ മക്കയിലെ മുശ്രിക്കുകളോടാണ്. ആ മുശ്രിക്കുകളെ ആ കപ്പലിൽ കയറ്റിയതൊരു പറയേണ്ട സംഗതിയല്ല. അതേ സമയത്ത് അതേ മുശ്രിക്കുകളുടെ സന്താനങ്ങളിൽ ലോകത്ത് അതാ ഉപകാരപ്രദമായ മഹാന്മാര് വരുന്നുണ്ട്. അവരെ ചുമന്നതേ പറയേണ്ടതുള്ളൂ, മറ്റത് പറയേണ്ടതില്ല. തേങ്ങ ചുമക്കുമ്പോൾ ചകിരി ഉണ്ടായതുപോലെ, അതേ തേങ്ങ ചുമക്കുമ്പോൾ ചിരട്ട ഉണ്ടായതുപോലെ ആ ചകിരി ചുമന്നു എന്ന് പറയേണ്ടതില്ലല്ലോ, തേങ്ങ ചുമന്നു എന്ന് പറഞ്ഞാ പോരെ. അതുപോലെ ചിരട്ട ചുമന്നു എന്ന് പറയേണ്ടതില്ലല്ലോ, തേങ്ങ ചുമന്നു എന്ന് പറഞ്ഞാ പോരെ. ഇതുപോലെ അവരെ ചുമന്നത് പറയാനില്ല. കാരണം അവർ അല്ലാഹുവിന്റെ ഏകാധിപത്യം അംഗീകരിക്കാത്തവരാണ്, അവന്റെ ഹബീബായ നബിയുടെ മഹത്വം അംഗീകരിക്കാത്തവരാണ്. അവരെ ചുമന്നതല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് അവരുടെ സന്താനങ്ങൾ അവരുടെ മുതുകുകളിലുണ്ട്, അവരെ ചുമന്നതാണ് വിഷയം. അതുകൊണ്ടാണ് അല്ലാഹു തആല പിതാക്കളെ എന്ന് പറയാതെ സന്താനങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ളത്. വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ. അറിയാമല്ലോ, അബൂജഹലിന്റെ മകനാണ്. അബൂജഹലിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു എന്ന് പറഞ്ഞ അബൂജഹലിനല്ല, അബൂജഹലിന്റെ മകനാണ്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ റസൂലാണോ നബിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങക്കരെ അതാ ഒരു വലിയ കല്ല്. ആ കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി നടന്നൊന്ന് ഇക്കരെ വരട്ടെ, ആ കല്ലൊന്ന് നടന്നിങ്ങോട്ട് വരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിലേക്കൊന്ന് ചൂണ്ടിയതേ ഉള്ളൂ. കല്ലതാ വെള്ളത്തിന്റെ മേലെ കൂടി ബോട്ട് പറക്കുന്നത് പോലെ വളരെ ഭംഗിയായി ഇങ്ങോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, അടുത്തെത്തിയപ്പോ ഇക്രിമത്ത് പറയുന്നു, ഓ മുഹമ്മദേ, അതേ കല്ലിനോട് തിരിച്ചൊന്ന് പോകാൻ പറയൂ. കല്ലിനോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി അതാ തിരിച്ചും പറക്കുന്നു, തിരിച്ചും നീന്തുന്നു. ആ നീന്തൽ കണ്ടപ്പോൾ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് അദ്ദേഹം വിശ്വസിച്ചു പോയി. അതേ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, അബൂജഹലും കക്ഷികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് പറയുന്നു, ഓ മുഹമ്മദേ, ഒരു തെളിവ് കാണിക്കൂ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മുഅ്ജിസത്ത്, ഒരു തെളിവ് കാണിക്കൂ. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിഹും ആയ ഫറാഹും മിൻ ശിഖാഖൽ ഖമരി. തെളിവ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് ചന്ദ്രനിലേക്ക് അങ്ങ് ചൂണ്ടി. ചന്ദ്രൻ അതാ രണ്ട് പിളർപ്പായങ്ങ് കാണിച്ചു കൊടുത്തു. ഇഖ്തറബത്തിസ് സാഅതു വൻസഖൽ ഖമർ, ഖുർആൻ പറഞ്ഞു. ആ ചന്ദ്രനെ രണ്ട് പിളർപ്പായങ്ങ് കാണിച്ചു കൊടുത്തു. അതാണ് ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിയഹും ആയ ഫഅറാഹും മിൻ ശിഖാഖൽ ഖമരി. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമാണ്. സൂര്യനെ ചന്ദ്രനെ പിളർത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അബൂജഹൽ വിശ്വസിച്ചോ? വിശ്വസിച്ചില്ല. അബൂജഹലിന് ആ വെളിച്ചം കിട്ടിയില്ല. അതുപോലെ സുഹൃത്തുക്കളെ, അതേ അബൂജഹലിന്റെ അനുയായികളിൽ പലർക്കും കിട്ടിയില്ല. അതേ സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൻ നന്നായി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, വകുല്ലു അയിന്നത റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത് മിന്നൂരിഹി ബിഹിമി. എല്ലാ അമ്പിയാക്കളെ മുഅ്ജിസത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ, ആ കപ്പൽ വെള്ളത്തിന്റെ മേലെ പോയ അത്ഭുതകരമായ കപ്പലാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, കപ്പൽ എന്ന് പറയുന്ന സാധനം വെള്ളത്തിന്റെ മേലെ പൊങ്ങി നിൽക്കുന്നു എന്നതൊരു അത്ഭുതമല്ല. കാരണം കപ്പൽ വെള്ളത്തിന്റെ മേലെ പൊങ്ങി നിൽക്കുന്ന രൂപത്തിലല്ലേ ആ വസ്തുവിന്റെ നിർമ്മാണം തന്നെ, അതിന്റെ പ്രകൃതി തന്നെ. എന്നാൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് കല്ല് വെള്ളത്തിന്റെ മേലെ കൂടിയതാ നടന്നതാണ്, നീന്തിയതാണ്. കല്ല് എന്ന് പറയുന്ന വസ്തു വെള്ളത്തിലിട്ടാൽ അങ്ങനെ തന്നെ താഴ്ന്നു പോകുന്ന സാധനമാണ്. മരത്തിന്റെ പലക എന്ന് പറയുന്നത് വെള്ളത്തിന്റെ മേലെ അതാ തങ്ങി നിൽക്കുന്ന സാധനമാണ്. ആ മരത്തിന്റെ പലക കൊണ്ടുള്ള കപ്പലാണ് യൂനുസ് നബി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതമെങ്കിൽ അവിടെയും ഒരുപാട് അത്ഭുതമുണ്ട് കേട്ടോ. അത് സാധാരണ കപ്പലല്ല, അത് പർവ്വതത്തിന്റെ മേലെ നിർമ്മിച്ച കപ്പലാണ്. വെള്ളം വരുന്നതിന് മുമ്പ് നിർമ്മാണം തുടങ്ങിയതാണ്. ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹാ. ദിക്ർ കൊണ്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ്, ദിക്ർ കൊണ്ടാണ് അതിന്റെ സ്റ്റോപ്പിങ്. അങ്ങനെയൊക്കെ ഒരുപാട് പവറുകളുള്ള അത്ഭുതകരമായ കപ്പൽ തന്നെയാണത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കല്ല് വെള്ളത്തിന്റെ മേലെ കൂടിയതാ, നീന്തിയതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റേത് പലക കൊണ്ടുണ്ടാക്കിയ കപ്പൽ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തിയതാണ്. തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ഇരിക്കട്ടെ,
വകുല്ലു ആയിന്നത്തെ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമത്തെ സലതി മിന്നൂരിഹി ബിഹിമി. ഇരിക്കട്ടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ. ആ കപ്പലിൽ അത്ഭുതകരമായ വിധത്തിൽ നിർമ്മിക്കപ്പെടുകയും അത്ഭുതകരമായ നിലക്ക് തന്നെ നടക്കുകയും ചലിക്കുകയും ഒക്കെ ചെയ്ത കപ്പൽ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ കപ്പലിലേക്ക് സ്വന്തം മകനെ വിളിച്ചപ്പോൾ സ്വന്തം മകൻ അതിന് തയ്യാറായില്ല. സാവീല ജബലി യസിമുനി മിനൽ മാ. മുഅ്ജിസത്ത് മുഖേനയുള്ള രക്ഷ എനിക്ക് വേണ്ട, കറാമത്ത് മുഖേനയുള്ള സഹായം എനിക്ക് വേണ്ട, ഞാൻ ഭൗതികമായ സഹായം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു കൂട്ടരില്ലേ? എനിക്ക് അമ്പിയാക്കളെ സഹായം, മുഅ്ജിസത്ത് മുഖേനയുള്ള സഹായം വേണ്ട, ഔലിയാക്കളെ കറാമത്ത് മുഖേനയുള്ള സഹായം വേണ്ട, എനിക്ക് മരുന്നിന്റെ സഹായം വേണം, ഓപ്പറേഷന്റെ സഹായം വേണം, അങ്ങനെ ഭൗതികമായ സഹായം വേണം എന്ന് ചിന്തിക്കുന്നവരില്ലേ? അക്കൂട്ടത്തിലൊരു നേതാവായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ. ഉപ്പാപ്പാക്ക് കാര്യം തിരിഞ്ഞിട്ടില്ലെന്ന് വാദിച്ച മകനായിരുന്നു അത്. അതെ, അമ്പിയാക്കൾ ഔലിയാക്കളുടെ സഹായം വേണ്ട എന്ന് പറയുന്ന കക്ഷികളൊക്കെ ബാപ്പാക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല, ഉപ്പാപ്പാക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരായിട്ടല്ലേ കാണാറുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനും ബാപ്പാക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല, ബാപ്പ പിഴച്ചുപോയി എന്ന വാദക്കാരനാണ്. ആ കൻആനിന്റെ വാദം സാബീ ഇലാ ജബലി യസ്ബുനി മിനൽ മാ. ബാപ്പാ, നിങ്ങളെ അത്ഭുതകരമായ കപ്പലൊന്നും എനിക്ക് രക്ഷയ്ക്ക് വേണ്ട. ഞാൻ ഭൗതികമായി ഇവിടെ വലിയ ഉയർന്ന പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതത്തിന്റെ മേലെ കയറി കൊടിമുടികളിൽ കയറി ഞാനങ്ങ് രക്ഷപ്പെടുമെന്നാണ് അവൻ വാദിച്ചത്. പക്ഷേ അല്ലാഹു തആല രക്ഷയ്ക്കും സമാധാനത്തിനും സഹായത്തിനും അല്ല നിശ്ചയിച്ചു കൊടുത്ത ഉപാധികളെ സ്വീകരിക്കാത്തവൻ അവന് രക്ഷയില്ല കേട്ടോ. കാന മിനൽ മുഗ്റഖീൻ. അവന് സത്യം കണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. അവൻ കടലിൽ, അതേ പ്രളയത്തിൽ മുങ്ങി നശിച്ചു. മഹാന്മാരെയും അവര് മുഖേനയുള്ള അറിവിനെയും അവര് മുഖേനയുള്ള സഹായത്തെയും അവലംബിക്കാത്തവരൊക്കെയും മുങ്ങും. അവരൊക്കെയും മുങ്ങും, വിവരക്കേടിന്റെ ആഴത്തിൽ മുങ്ങും. അതിലേക്ക് സൂചനയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. അതേ മേൽഭാഗത്ത് നീന്തിക്കളിക്കുന്ന അഥവാ മേൽഭാഗത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല ഭൂമിയിൽ നീന്തുന്ന, ഭൂമിയിൽ ചലിക്കുന്ന കപ്പലിനേക്ക് സൂചന നൽകുകയാണ്. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൽ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ അത് പ്രഥമമായ ഏറ്റവും വലിയ കപ്പലാണ്. അതിനെക്കുറിച്ച് ആയത്ത് സൂചിപ്പിക്കുന്നു. ആ കപ്പലിൽ അവരെ വഹിച്ച റബ്ബിന്റെ പ്രവർത്തനമാണ് സഹോദരന്മാരെ വലിയ തെളിവ്. കപ്പലല്ല, റബ്ബ് അവരെ ചുമന്ന് അതാ മനുഷ്യ സമൂഹത്തെയും ജീവികളെയും നിലനിർത്തിയതാണ് തെളിവ്. ഇനിയും നിങ്ങൾ കണ്ടോ, ഈ ആയത്തിന് തന്നെ പണ്ഡിതന്മാര് വേറെ വ്യാഖ്യാനം പറയുന്നു. ഇടക്ക് പറയട്ടെ, നമ്മൾ മുങ്ങിപ്പോയാൽ പറ്റൂലല്ലോ, അതുകൊണ്ട് ബക്കറ്റ് കൊടുത്തയക്കും. ഇതിനെല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തയക്കണം. അതിനുവേണ്ടി ബക്കറ്റ് കൊടുത്തയക്കും, എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തയക്കണം. ഞാൻ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞിരുന്നു, കുറ്റ്യാടി സിറാജുൽ ഹുദ ഒരു മാസം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ 30 ലക്ഷം ഉറുപ്പികയോളം ചെലവ് വേണം. ഒരു മാസത്തിൽ ഒരു ദിവസം 1 ലക്ഷം ഉറുപ്പികയോളം ചെലവ് വേണം. വെറും ചെലവ്, ബിൽഡിങ്ങും സ്ഥലമൊന്നും കൂടാതെ 1000-ഓളം കുട്ടികളെ ഭക്ഷണം, 750-ഓളം സ്റ്റാഫുകളെ ശമ്പളം, അതുപോലെ ഇലക്ട്രിക് ലൈറ്റിന്റെ ഫീസ്, അങ്ങനെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ കുറച്ച് കവർ കൊടുത്തയച്ചിരുന്നു. അത് പല സ്ത്രീകൾക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്നും കൊടുത്തയക്കുന്നുണ്ട്. ഇന്നലെ വാങ്ങാത്തവരൊക്കെ ബക്കറ്റ് കൊണ്ട് കുട്ടികൾ വാങ്ങുമ്പോൾ കവർ വാങ്ങി നല്ല സംഖ്യകൾ ഇട്ട് കൊണ്ടുവരണം. ഇന്ന് അൽഹംദുലില്ലാഹ് ചിലർ സ്വർണത്തിന്റെ ഒരുപാട്
ആഭരണങ്ങൾ. ഇന്ന് വലിയൊരു വള 500 രൂപ മേച്ചിക്കാട്ട് അമ്മൻകുട്ടി ഹാജി വകയിൽ കൊടുത്തയച്ചു. ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിന് വളരെയേറെ ശമനം നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വേറെയും സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്, അതുപോലെ പുരുഷന്മാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. സഹോദരിമാരെ, നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. ഞാൻ അതിനെ സംബന്ധിച്ച് നീട്ടി സംസാരിക്കുന്നില്ല. ഇന്നലെ നമ്മുടെ ടിൻ കളക്ഷൻ, ബക്കറ്റ് കളക്ഷൻ 14,348 ഉറുപ്പികയും 5 ദിർഹമുമാണ് ഇന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ടൊന്നും ചെലവ് തന്നെ മതിയാവില്ല, മറ്റുള്ള ചെലവിൻ്റെ പുറമെ. അതുകൊണ്ട് എല്ലാവരും നന്നായി സഹകരിക്കണം, സഹായിക്കണം. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മസ്ഹൂൻ. അന്ന് ആ കപ്പലിൽ കയറ്റിയത് മാത്രമല്ല, ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സന്താനങ്ങളെ അതാ നിറക്കപ്പെട്ട ചരക്കുകളും മറ്റും നിറക്കപ്പെട്ട കപ്പലിൽ നമ്മൾ വഹിക്കുന്നു. അതവർക്ക് തെളിവാണ്. എന്താണ് അതിന്റെ ശേഷം? അല്ലാഹു തആല തന്നെ പറയുകയാണ്, വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. അതിന് 2 തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ കപ്പൽ പോലെ ഇപ്പോഴും അവർക്ക് സഞ്ചരിക്കാൻ നമ്മളതാ കപ്പലുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു, പടച്ചു കൊടുത്തിരിക്കുന്നു. അത് ഒരു തഫ്സീറാണ്. മറ്റൊന്ന്, അതാ ആ കടലിൽ അവർക്ക് സഞ്ചരിക്കാൻ വാഹനമായി കപ്പലുള്ളതുപോലെ കരയിലതാ കരക്കപ്പൽ ഓടുന്നു. കരക്കപ്പൽ എന്ന് പറഞ്ഞാൽ അന്ന് ഒട്ടകങ്ങളാണ്. ഒട്ടകം കരയിലൂടെ സഞ്ചരിക്കുന്ന കപ്പല് പോലെ വലിയ ഭാരവും ഏറ്റിയതാ പോകുന്നു. മനുഷ്യരെയും വഹിച്ചതാ പോകുന്നു മരുഭൂമിയിലൂടെ. അങ്ങനെ മരുഭൂമിയിലെ കപ്പലായി ഒട്ടകവും അതാ ചലിക്കുന്നു. അതേ വെള്ളത്തിലെ കപ്പലായി വെള്ളത്തിലെ കപ്പലുകളും അതാ ചലിക്കുന്നു. അങ്ങനെ മേൽപോട്ട് നോക്കുമ്പോൾ ഗോളങ്ങൾ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന വിധത്തിലും നിങ്ങൾക്ക് ദിവസം നിശ്ചയിക്കാൻ പറ്റുന്ന വിധത്തിലും അല്ലേ. ദിവസം ഇന്ന് എത്രയാ, മാസം എത്രയാ, കൊല്ലം എത്രയാ, സമയം എത്രയാ, ഇതൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ചലനങ്ങളല്ലേ നിങ്ങൾ അതാ അവലംബിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ മേലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നതിന്റെ പുറമെ സമയവും കൂടി മനസ്സിലാക്കി തരുന്ന വിധത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുന്ന ഗോളങ്ങൾ മേൽഭാഗത്ത് ചലിക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങളെയും വഹിച്ച് കരയിലൂടെ ചലിക്കുന്ന അതാ ഒട്ടകങ്ങളും വെള്ളത്തിലൂടെ ചലിക്കുന്ന കപ്പലുകളും അതാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല തെളിവുകൾ ഓരോന്നോരോന്നായി സമർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരൊക്കെയും നമ്മൾ മുക്കിക്കളയും നബിയേ. ഫലാ സരീഖ ലഹും, അവരെ നമ്മളങ്ങ് മുക്കുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നവരാളുമില്ല. വലാഹും യുൻഖദൂൻ, അവര് രക്ഷിക്കപ്പെടുന്നവരും അല്ല. ചോദിക്കട്ടെ, സംവിധാനങ്ങൾ പലതുമുണ്ടായിട്ടും കപ്പലുകൾ മുങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, പ്ലെയിനുകൾ തകരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹ് പറയുന്നു, നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങ് മുക്കിക്കളയും നബിയേ. അപ്പോൾ അവരെ സഹായിച്ച് രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാകൂല. വലാഹും യുൻഖദൂൻ, അവരുടെ ആർത്തിവിളി കേട്ടിട്ട് രക്ഷപ്പെടുത്താൻ ആളില്ലെന്ന് മാത്രമല്ല, വലാഹും യുൻഖദൂൻ,
അവരപ്പോൾ രക്ഷിക്കപ്പെടുന്നവരുമല്ല. ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. ഈ സഞ്ചാരത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളും കപ്പലുകളും പ്ലെയിനുകളും ഒക്കെ അത് പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് മരണം വരെ ജീവിക്കാൻ വേണ്ടി അവൻ ആയുസ് നീട്ടിത്തന്ന് നിങ്ങളെ സംരക്ഷിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, അല്ലാഹു തആല സൂറത്ത് യാസീനിൽ ഇന്നലെ നമ്മൾ ഓതിയ സ്ഥലത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ വിഷയത്തിനും ഇനങ്ങളെ പടച്ചവനാണ് അവൻ. മിമ്മാ തുംബിത്തുൽ അർദു, ഭൂമിയിൽ മുളക്കുന്നതിനാലും വമിൻ അൻഫുസിഹിം, അവരെ ശരീരത്തിനാലും വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്തതും പല വകുപ്പുകളും ഉണ്ടെന്നല്ലേ അല്ലാഹ് പടക്കുന്നുവെന്നല്ലേ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, ഭൂമി ലോകത്ത് അവർ നിർമ്മിക്കുന്ന കപ്പലിനെ കുറിച്ച് നമ്മൾ പടച്ചു എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്തേ റബ്ബങ്ങനെ പറയാൻ കാരണം? അല്ലാഹയല്ലാതെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്ന മറ്റൊരുത്തനുമില്ല. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കപ്പൽ പടച്ചതും അല്ലാഹയാണ്, ഈ മൈക്ക് പടച്ചതും അല്ലാഹയാണ്, കണ്ണട പടച്ചതും അല്ലാഹയാണ്, പെണ്ണ് പടച്ചതും അല്ലാഹയാണ്, പ്ലെയിന് പടച്ചതും അല്ലാഹയാണ്, ട്രെയിന് പടച്ചതും അല്ലാഹയാണ്. അപ്പൊ ചിലർക്ക് തോന്നും അതൊക്കെ ഇവിടെ കുറെ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതല്ലേ, കുറെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമല്ലേ. മോനെ, ഈ ശാസ്ത്രജ്ഞനെ ആരാ പഠിച്ചത്? അവന്റെ ബുദ്ധി ആരാ പഠിച്ചത്? അവന്റെ ചിന്തയാരാ പഠിച്ചത്? കപ്പൽ നിർമ്മിക്കാനുള്ള പലകയാരാ പഠിച്ചത്? തകരമാരാ പഠിച്ചത്? ഇരുമ്പാരാ പഠിച്ചത്? അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഏത് പ്ലെയിനിന്റെ വസ്തുക്കൾ എടുത്താലും, ഏത് ട്രെയിനിന്റെ വസ്തുക്കൾ എടുത്താലും, ഏത് മൈക്ക് സെറ്റിന്റെ വസ്തുക്കൾ എടുത്താലും, ഏതെടുത്താലും അതൊക്കെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനാരാണ്? 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 ഇല്ലായ്മയിൽ നിന്നിവിടെ ഒന്നും തന്നെ ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല, ഒരു കണ്ടുപിടുത്തക്കാരനും കഴിഞ്ഞിട്ടില്ല, ഒരു വ്യക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഉള്ളത് സംഘടിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, ഉള്ളത് ഉപയോഗപ്പെടുത്താനേ സാധിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ, അതിനല്ലേ പടക്കുകയെന്ന് പറയുന്നത്. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ ഇവിടെ ഒരു ശക്തിക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇനി ചോദിക്കട്ടെ, നിങ്ങളെ ശരീരത്തെ കുറിച്ചൊന്നാലോചിക്കൂ. അതേ മെഡിക്കൽ കോളേജിൽ ചെന്നു, അല്ലേ വലിയ ആശുപത്രിയിൽ ചെന്നു, അവിടുന്ന് ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ വേണം, രക്തം അല്പം കരുതി വെക്കണം, അതുകൊണ്ട് രക്തത്തിന്റെ ഗ്രൂപ്പ് ആദ്യം പരിശോധിക്കണം, രക്തം കൊടുക്കാൻ പറ്റുന്നവരുടെ രക്തത്തിന്റെ ഗ്രൂപ്പും പരിശോധിക്കണം. എന്തേ അല്പം രക്തമിങ്ങുണ്ടാക്കിയാൽ പോരെ? പക്ഷേ ഒരൊറ്റ ആശുപത്രിയിലും ഇന്ന് വരെ കണ്ടുപിടുത്തം പലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഒരാശുപത്രിയിലും ഇന്ന് വരെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചത് കണ്ടില്ലല്ലോ. പോകട്ടെ, ഉള്ള രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റാൻ അതിന്റെ സംവിധാനവും കാണുന്നില്ലല്ലോ. മനുഷ്യന്മാര് ദിനേന ഗ്രൂപ്പ് മാറുന്ന കാലമല്ലേ, എന്നിട്ടും രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റുന്ന പരിപാടി കണ്ടുപിടിച്ചില്ലല്ലോ. ഓ സുഹൃത്തുക്കളെ, പടച്ചവൻ അല്ലാഹു തന്നെ, ഖാലിഖും മാലിക്കും റാസിഖും അല്ലാഹു തന്നെ. അതാ യുക്തിഹീനനായ ബുദ്ധിയില്ലാത്ത യുക്തിവാദിയോ നിരീശ്വരവാദിയോ അവരെന്ത് പറഞ്ഞാലും അവന്റെ യുക്തിക്ക് വാദം പിടിച്ചു എന്നല്ലാതെ അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു കാലഘട്ടത്തിലും ഒരു ബുദ്ധിക്കും സാധ്യമേ അല്ല. ഇനിയും നിങ്ങൾ നോക്കൂ, വമിമ്മാലായാലമൂൻ എന്നിവിടെ പറഞ്ഞു. ഇതേ ഭാഷ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു. ഇതേ ഭാഷ തന്നെ അല്ലാഹു തആല വേറൊരു സ്ഥലത്ത് പറഞ്ഞു. അതാണ് വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. സൂറത്തുൻ നഹ്ൽ. എന്താണ് അല്ലാഹു ഇവിടെ പറയുന്നത്? കുതിരയെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. വൽ ബിഗാല, തട്ടുകുതിര ഗോവർ കഴുതയെ പടച്ചു തന്നു. വൽ ഹമീറ, കഴുതയെ പടച്ചു തന്നു. ലിതർകബൂഹാ, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ. വസീനതൻ, അതൊരലങ്കാരവുമാണ്.
കുതിരപ്പട എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അലങ്കാരമാണ്, അങ്ങനെ അലങ്കാരമാണ്. അതോടുകൂടെ തന്നെ ലിതർക്കബൂഹാ, നിങ്ങൾക്ക് വാഹനമയും അല്ലാഹു പടച്ചു തന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള വാഹനങ്ങളെ കുറിച്ച് എണ്ണിയിട്ട് പടച്ച റബ്ബ് അവിടെ നിർത്തുന്നില്ല. അവൻ പറയുകയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹു പടക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നതാണ് കുതിരയും ഒട്ടകവും കഴുതയും ഒട്ടകവും അതുപോലുള്ള ജീവികൾ. എന്നാൽ അതൊന്നുമല്ല വാഹനങ്ങൾ പിൽക്കാലത്ത് വരുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആൻ അതിവിടെ ലോകത്ത് വിവരിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അന്ത്യനാൾ വരെ തെളിവല്ലേ ഖുർആൻ, ദൃഷ്ടാന്തമല്ലേ ഖുർആൻ. അന്ത്യനാൾ വരെ യാസീൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വമതാ വിളിച്ചോതുകയല്ലേ ഖുർആൻ. ഇന്നക ലമിനൽ മുർസലീൻ, സാധാരണ മനുഷ്യനല്ലേ അല്ല, അവിടുന്ന് അല്ലാഹു തആല നിയോഗിച്ച മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് നബിയേ. അല്ലേ സുഹൃത്തേ, നീയൊന്ന് നോക്കൂ, ഈ ആയത്ത് അല്ലാഹു തആല അതാ ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള ഓരോ വാഹനങ്ങളും എണ്ണിയിട്ടല്ലേ സൂറത്തുൻ നഹ്ലിൽ പ്രത്യേകം പറഞ്ഞത്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തതിനെ അല്ലാഹു പടക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങളൊന്ന് നോക്കൂ. ജലാലൈനി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ ഈ ആയത്തിന്റെ തഫ്സീറിലും അതേ ജലാലുദ്ദീൻ എന്താണ് എഴുതി വെച്ചത്, ജലാലൈനിയിൽ എന്താണുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ജലാലുദ്ദീൻ റഹിമഹുല്ലാഹ് എഴുതി വെച്ചത് എന്താണ്? മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി, മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓർക്കണം, ജലാലുദ്ദീനിൽ മഹല്ലി തങ്ങളെ കാലത്തോ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ അക്കാലഘട്ടത്തിൽ ഒന്നും തന്നെ മോട്ടോർ വാഹനങ്ങളില്ല, അന്നൊന്നും തന്നെ സൈക്കിളില്ല, അന്നൊന്നും തന്നെ പ്ലെയിനില്ല, ട്രെയിനില്ല, ബസ്സില്ല, കാറില്ല. അക്കാലഘട്ടത്തിൽ ആ മഹാന്മാർ സുബ്ഹാനല്ലാഹ് അവരുടെ ബുദ്ധി എത്രയാണ്, അവരെ ഇൽമ എത്രയാണ്, അവർക്ക് കാര്യം തിരിയില്ലെന്ന് പറയുന്നവന്റെ ബുദ്ധിമോശം എത്രയാണ്. ആ മഹാന്മാർ അന്ന് തന്നെ എഴുതി വെച്ചത് എന്താണ്? മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി, നിങ്ങൾക്കിപ്പോൾ പരിചയമുള്ള വാഹനങ്ങളാണ് കുതിരയും കഴുതയുമൊക്കെ. എന്നാലോ ജനങ്ങളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത അൽ അജീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ വസ്തുക്കളാൽ, അവിടെയും നിങ്ങൾ കണ്ടോ അത്ഭുതകരമായ ജീവികളാൽ എന്നല്ല മഹാന്മാർ എഴുതി വെച്ചത്. കറാമത്തിന്റെ തഫ്സീറല്ലേ എന്താ എഴുതി വെച്ചത്? മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ വസ്തുക്കളാൽ പലതും അല്ലാഹു തആല ശേഷം പടക്കാൻ പോകുന്നുണ്ട്. അതും ഇമാമിങ്ങൾ എഴുതി വെക്കുന്ന കാലത്ത് ഓ മുസ്ലിമേ, ഒരൊറ്റ സൈക്കിളില്ല കേട്ടോ, മോട്ടോർ സൈക്കിളില്ല കേട്ടോ, ഓട്ടോറിക്ഷയില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളതാ അവരെ കാലഘട്ടം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അവരന്ന് തന്നെ എഴുതി വെച്ച തഫ്സീർ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായ വാഹനങ്ങൾ കരയിലും കടലിലും വായുവിലുമായി പറന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് തന്നെ. ഏത് പ്ലെയിൻ ഏത് ശാസ്ത്രജ്ഞൻ പറപ്പിക്കുന്നുണ്ടെങ്കിലും ആ പ്ലെയിനിന്റെ നിർമ്മാണം കണ്ടില്ലേ നിങ്ങൾ? പടച്ച റബ്ബ് പടച്ചു വെച്ച പക്ഷിയെ നോക്കിയിട്ടല്ലേ അവരതുണ്ടാക്കിയത്. പക്ഷിയുടെ കൊക്ക് പോലെ കൂർത്തുകൊണ്ടല്ലേ പ്ലെയിനിന്റെ മുൻഭാഗമുള്ളത്. വാലും ചിറകുമൊക്കെയും പക്ഷിയെ കണ്ട് പഠിച്ചതല്ലേ. അങ്ങനെ ചോദിക്കട്ടെ,
ഇനി അത് പറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ മുഴുവനും അതും ഭൂമിയുടെ ഉള്ളിൽ പടച്ചു വെച്ച റബ്ബ്. ഭൂമിയെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ഒരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ അവിടെ വെള്ളമാണ്, വേറൊരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ അവിടെ പെട്രോളാണ്, ഡീസലാണ്, മണ്ണെണ്ണയാണ്, ഓയിലാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ്, എന്തെല്ലാം ഗ്യാസുകളാണ്, എന്തെല്ലാം വസ്തുക്കളാണ്. ഒരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ ചെങ്കല്ലാണ്, വേറൊരു സ്ഥലത്ത് കരിങ്കല്ലാണ്, വേറൊരു സ്ഥലത്ത് അത് മാർബിളാണ്, മറ്റൊരു സ്ഥലത്ത് ഗ്രാനൈറ്റ് ആണ്, വേറൊരു സ്ഥലത്ത് വെങ്കല്ലാണ്. എന്തെല്ലാം കല്ലുകളാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു സ്ഥലത്ത് പിഞ്ഞാണത്തിന്റെ കൂട്ടിനുള്ള മണ്ണാണ്, മറ്റൊരു സ്ഥലത്തതാ ഓടുണ്ടാക്കാനുള്ള മണ്ണാണ്, വേറൊരു സ്ഥലത്തതാ വേറൊരു വസ്തു നിർമ്മിക്കാൻ ഗ്ലാസ് ഉണ്ടാക്കാനുള്ള മണ്ണാണ്. അങ്ങനെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യർ പലരും പല വിധത്തിലുള്ളതുപോലെ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇനങ്ങളായി എന്തെല്ലാമാണ് ലോകത്തിന്റെ അധിപനായ റബ്ബ് പടച്ചു വെച്ചത്. അവന്റെ പരിശുദ്ധത വാഴ്ത്താൽ, അവന് സുബ്ഹാനല്ലാഹ് പറയാൻ, അവന്റെ ഏകത്വം അംഗീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അവന്റെ മഹത്വവും ശക്തിയും അംഗീകരിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ, എന്ത് കിട്ടിയാലും അവനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, ഏത് മുസീബത്ത് വന്നാലും നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണെന്ന് സമ്മതിക്കാൻ, ഏത് അത്ഭുതം കണ്ടാലും ഏത് സൗന്ദര്യം കണ്ടാലും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏത് വിഷയം കാണുമ്പോഴും ഈ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്കൊരു മടക്കമുണ്ടല്ലോ എന്ന നിലക്ക് ഇന്നൽ ഐശൈസുൽ ആഖിറ, ഇവിടെയുള്ളതൊക്കെ അവന്റെ അടിമകൾക്ക് വെച്ച സംവിധാനമാണെങ്കിൽ പടച്ച റബ്ബേ, അവൻ പൊരുത്തപ്പെട്ടവർക്ക് മാത്രം ഒരു കണ്ണുകൊണ്ടും കാണാൻ കഴിയാത്ത, കാതുകൊണ്ടും കേൾക്കാൻ കഴിയാത്ത, ഒരു മനസ്സുകൊണ്ടും ചിന്തിക്കാൻ കഴിയാത്ത വല്ലാത്ത വിഷയങ്ങളൊക്കെയും അവൻ പാരത്രിക ലോകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നൽ ഐസുൽ ആഖിറ, അല്ലാഹുവേ ജീവിതം ആഖിറത്തിന്റെ ജീവിതമല്ലേ.